നിന്റെ കസേരയിൽ ഇപ്പൊ അവളാ ഇരിക്കുന്നത്. നിങ്ങളെ സഹോദരങ്ങൾക്കുള്ള എല്ലാ സ്വത്തും പണവും ഒക്കെ കണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മഞ്ജുവിന് എന്തായാലും കിട്ടും. പക്ഷേ നിനക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് തരില്ല അയാള്. അതുകൊണ്ടാ അയാളെ ഞാൻ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അച്ഛന്റെ കൊലയാളിയെ സ്നേഹിച്ചിട്ട് അച്ഛനെയും അച്ഛന്റെ മൂത്ത മോനെയൊക്കെ ശത്രുവായിട്ട് കാണുക നീ. പോലീസ് ലോക്കപ്പിലോട്ട് ചെന്നപ്പോ അയാള് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറഞ്ഞൊന്നല്ലേ പറഞ്ഞേ? എന്നാ കേട്ടോ, നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത തെറ്റ് എന്താണെന്ന് നിനക്കറിയാമോ? അന്ന് നിന്റെ അമ്മാവൻ എന്നെ കാണാൻ വന്നിരുന്നു, അയാളുടെ ചില സങ്കടങ്ങൾ പറയാനായിട്ട്. എന്തിനായിട്ടാ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞേ? അത് പിന്നെ എടീ, നിന്നെ വിശ്വാന് കല്യാണം കഴിച്ചു കൊടുത്തത് അവന്റെ മൂത്ത മോനെ നോക്കാൻ കൂടിയല്ലേ. എന്നിട്ട് എനിക്ക് ജോലിയിൽ പ്രമോഷനൊന്നും തന്നില്ല, കാര്യമായ സഹായങ്ങളൊന്നും കിട്ടുന്നുമില്ല. അതിന് അല്ല, ഈ ബിൽഡിംഗ് സൂപ്പർവൈസറായിട്ടാണല്ലോ ഞാൻ നിൽക്കുന്നത്. അപ്പോ ഏത് സൂപ്പർവൈസർമാരായാലും പണിയിൽ ഇച്ചിരിയൊക്കെ വെള്ളം ചേർക്കും. പൈസ സമ്പാദിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. ഞാനും അങ്ങനെ ചെയ്തു. അയ്യോ, പക്ഷേ സംഗതി അറിഞ്ഞ ആരോ എന്നെ ഒറ്റിയിട്ടുണ്ട്. വിശ്വേട്ടനത് അറിഞ്ഞോ? അറിഞ്ഞു. അയ്യോ, അവൻ എന്നെ പുറത്താക്കൂന്നൊക്കെയാ മോളെ പറയുന്നത്. മോളെ ദുർഗേ, നീ പറഞ്ഞാലുണ്ടല്ലോ അവൻ കേൾക്കും. ഒരു തെറ്റു പറ്റിപ്പോയി, അതുകൊണ്ട് ഇത്തവണത്തേക്ക് ക്ഷമിക്കണമെന്ന് നീ വിശ്വനാഥനോടൊന്ന് പറയണം. വിശ്വേട്ടന്റെ സ്വഭാവം അറിയാലോ ഏട്ടന്. ആൾ ആത്മാർത്ഥത കൂടുതലുള്ള കൂട്ടത്തിലാ. പക്ഷെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാ ക്ഷമിക്കത്തില്ല. അതിപ്പോ കുട്ടികളോടായാ പോലും. മോളെ, ഇവിടെ നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്റെ പണി പോയാ നിനക്കറിയാവല്ലോ, ഭാര്യയും 2 മക്കളും ഉണ്ട്. അവരെയൊക്കെ വളർത്തണ്ടേ, പഠിപ്പിക്കണ്ടേ? ഇതൊക്കെ നേരത്തെ ഏട്ടൻ ആലോചിക്കണ്ടായിരുന്നോ? ഏട്ടന് മാന്യമായിട്ട് ശമ്പളം തരുന്നുണ്ടായിരുന്നല്ലോ. ഓ, എന്തോ ശമ്പളം? ആ ശമ്പളം കൊണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? എന്നു മാത്രമല്ല, ഒരു പെങ്കൊച്ചു വളർന്നു വരുക. അപ്പോ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ എനിക്ക് വേണ്ടേ? ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. എനിക്ക് വേണ്ടിയല്ലേ മോളെ നീ ഇപ്പൊ ഇടപെടുന്നത്? ഒന്നുമില്ലെങ്കിലും അവന് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് ഞാനല്ലേ. നിനക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ കാരണമാ. 2ാം ഘട്ടാണേലും നീ ഇപ്പോ ഒരു കോടീശ്വരന്റെ ഭാര്യ, അത് മറക്കരുത്. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ വിശ്വേട്ടനോട് സംസാരിച്ചു. പക്ഷേ കണ്ണനെ പോലെ തന്നെയായിരുന്നു നിന്റെ അച്ഛനും. വിശ്വേട്ടൻ ക്ഷമിക്കാൻ തയ്യാറായില്ല. കണ്ണൻ ചെയ്തതുപോലെ അയാൾക്ക് വേണമെങ്കിൽ മാസാമാസം ജീവിക്കാനുള്ളത് എന്തെങ്കിലും കൊടുക്കാം, എന്നാലും കമ്പനിയിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ അമ്മാവനല്ലേ ഈ കല്യാണം നടത്തിയതെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അതൊക്കെ അഴിമതി ചെയ്യാനുള്ള ലൈസൻസ് അല്ലാന്നാ നിന്റെ അച്ഛൻ ആ സമയത്ത് പറഞ്ഞത്. ഞാൻ അതിന്റെ പേരില് വിശ്വേട്ടനുമായിട്ട് പിണക്കത്തിലായിരുന്നു. എന്നിട്ടും വിശ്വേട്ടൻ ഒരു നീക്കുപോക്കിന് പോലും തയ്യാറായില്ല. ആ സമയത്തൊക്കെ വാമദേവൻ എന്ന എന്റെ ആങ്ങളെ പറഞ്ഞതുപോലെയാ ഞാൻ സംസാരിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ.